ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ പേരിലെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അത്ഭുതകരമായ സമ്പത്ത് നിങ്ങളെ തേടി വരുമെന്നുള്ളതാണ്. അപ്പം ചിലർ വിചാരിക്കും പേരിൽ എന്നാ കാര്യം ഇരിക്കുന്നു, പേരിലിപ്പോൾ എന്താണ്ട് കാര്യമുണ്ടോ? നിങ്ങൾ ചെയ്തു നോക്കുക, അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങളത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തു നോക്കുമ്പോൾ അറിയാം പേര് ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്ന്. പേരിൽ ഭാഗ്യമുണ്ട്, നിറത്തിൽ ഭാഗ്യമുണ്ട്. പല ആളുകളും ആ ഭാഗ്യം വരാൻ വേണ്ടി പേര് ആ രീതിയിലാക്കുന്നവരുണ്ട്. അപ്പോൾ ആ പേരിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ പേരിൻ്റെ രഹസ്യങ്ങളാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കണ്ട ശേഷം വളരെ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്നെങ്കിൽ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക. എല്ലാ ദിവസവും 8-നും 8:30-ക്കും ഇടയ്ക്ക് ഞാൻ വീഡിയോ ഇടും. അത് ചാനലിൽ കയറി നോക്കിയാലും കാണാം. ഇപ്പോൾ എല്ലാവർക്കും ഒന്നും നോട്ടിഫിക്കേഷൻ വരണമെന്നില്ല. ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. എല്ലാ ദിവസവും രാത്രി 8-നും 8:30-ക്കും ഇടും. 8-നും 8:30-ക്കും ഇടയ്ക്കാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ കാണുക. ഞാനിനി വിഷയത്തിലേക്ക് വരികയാണ്. ഈ പേരിൻ്റെ കാര്യം ഞാൻ എന്തുകൊണ്ട് നിങ്ങളോട് പറയുന്നു? കാരണം ഈ വിഷയം ഞാൻ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലർക്കും, ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ്, പലർക്കും പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. വാഹനങ്ങളുടെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾക്കത് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. ഇപ്പോൾ പേരിൻ്റെ രഹസ്യങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ പേരിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പേരിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. അത് ആ പേരിൻ്റെ ഒരു ചേഞ്ച് വരുത്തുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഏതായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം ഇതിനകത്തൊക്കെ കാര്യമുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്താണെന്ന്. പിന്നെ കുട്ടികൾക്ക് പേരിടുവാണെങ്കിൽ ഇത് മനസ്സിലാക്കി പേരിടാം. നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ചേഞ്ചുകൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പേരിൽ ചേഞ്ച് വരുത്താം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാനേതായാലും എൻ്റെ അറിവിലുള്ള, എനിക്ക് അനുഭവമുള്ള പേരിൻ്റെ ചില രഹസ്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും, ഒരു സംശയം വേണ്ട. അപ്പം വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ്. പറ്റുന്നവർക്ക് റിപ്ലൈ ചെയ്യും. ഇന്ന് ഞാൻ വാട്സപ്പിൽ മെസ്സേജ് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, അതുപോലെ തിരക്കാം. അപ്പം പറ്റുമ്പോൾ റിപ്ലൈ ചെയ്യും. അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്നത് ഞാൻ പറയുന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാല്ലേ, ചെയ്യാതിരിക്കുക. പിന്നെ നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല, ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല. ഇതാണ് സാഹചര്യം. ഓരോ വീഡിയോയിലും പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും സാഹചര്യം പറയുന്നത്. അത് ആ രീതിയിൽ മനസ്സിലാക്കുക. ഇനി വിഷയത്തിലേക്ക് വരാം. പേരിൻ്റെ രഹസ്യത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾക്ക് വേണേൽ എഴുതി വെക്കാം. ഏതായാലും ഇതൊന്ന് നോട്ട് ചെയ്തോളുക. ആവശ്യമുള്ളവർ എഴുതി വെക്കാം കേട്ടോ. 1 എന്ന സംഖ്യയുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 1 എന്ന സംഖ്യയുടെ വാല്യൂ വരുന്നത് ഈ അക്ഷരങ്ങളാണ്. AIJQY. ഈ അക്ഷരങ്ങൾക്കെല്ലാം 1 എന്ന വാല്യൂ ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ നേരെ 1 ഇട്ടിരിക്കുന്നത് കണ്ടല്ലോ. അപ്പം എയുടെ വില എത്രയാ? 1. ഐയുടെ വില എത്രയാ? 1. ജെയുടെ വില എത്രയാ? 1. ക്യൂവിൻ്റെ വില എത്രയാ? 1. വൈയുടെ വില എത്രയാ? 1. അപ്പം AIJQY ഈ ഇത്രയും അക്ഷരങ്ങളുടെ വില 1 ആണ് കേട്ടോ. അതിൻ്റെ നേരെ 1 ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനിയും 2, അതായത് BKR, ഈ 3 അക്ഷരങ്ങളും വില 2 തന്നെയാണ്. അതായത് ബിയുടെ വില 2 ആണ്, കെയുടെ വില 2 ആണ്, ആറിൻ്റെ വില 2 ആണ്. അതായത് ഈ ഓരോ അക്ഷരങ്ങൾക്കും ഈ 2 എന്നുള്ള വിലയാണ്. അതിൻ്റെ നേരെ 2 എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന ഓരോ അക്ഷരങ്ങൾക്കും വില എത്രയാണ്? 3. SALGACA അതിൻ്റെ വില 3. അപ്പോൾ C എന്ന അക്ഷരത്തിൻ്റെ വില 3, G എന്ന അക്ഷരത്തിൻ്റെ വില 3, L എന്ന അക്ഷരത്തിൻ്റെ വില 3, S എന്ന അക്ഷരത്തിൻ്റെ വില 3. അപ്പോൾ ഈ സംഖ്യാജ്യോതിഷ പ്രകാരം പറയുന്നത് കേട്ടോ. ഈ പേരിൻ്റെ ശാസ്ത്രമാണ് പറയുന്നത്. ഇനിയും DMT ഇതിൽ ഓരോ അക്ഷരത്തിനും 4 എന്ന വിലയാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയും EHNX
ഇതിലെ ഓരോ അക്ഷരത്തിനും 5 എന്ന വിലയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, ആവശ്യമുള്ളവർ എഴുതിയെടുത്തോണം. കണ്ടോ, ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക, എന്നിട്ട് വേണം ബാക്കി പറഞ്ഞു തരാൻ. ഇനിയും അടുത്തത് ഇത് കണ്ടല്ലോ, UVW. ഈ ഓരോ അക്ഷരത്തിനും 6 എന്ന വിലയാണ്, 6. OZ. ഈ ഓരോ അക്ഷരത്തിനും 7 എന്ന വിലയാണ്. FP. ഈ ഓരോ അക്ഷരത്തിനും 8 എന്ന വിലയാണ്. ഇതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക. ഇനിയും ഇപ്പോൾ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 29/1/1984 എന്ന് ഒരു ഉദാഹരണത്തിന് വിചാരിക്കുക. മനസ്സിലായല്ലോ, 29/1/1984 ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്ന് വിചാരിക്കുക. അയാളുടെ പേര് രാജീവ് എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാളുടെ പേരിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ ആ പേരിൻ്റെ ഇനിഷ്യലും മൊത്തം പേര് ചേർത്ത് എഴുതണം. ഇപ്പോൾ പ്രജീഷ് ബി നായർ, ആ ബിയും കൂടെ ചേർത്ത് ആ മൊത്തം എഴുതിയാണ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ രാജീവ് എസ്, അത് മൊത്തം എഴുതണം. ഞാനിപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി രാജീവ് എന്ന ഒരാളുടെ രാജീവ് എന്ന് മാത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂട്ടുമ്പോൾ ഇനിഷ്യലും ആ പേരിൻ്റെ മൊത്തം വാല്യൂ കൂട്ടിയിട്ട് വേണം സംഖ്യ കണക്കാക്കാൻ. ഞാനിപ്പോൾ ആ ചെറിയൊരു പേരെടുത്ത് അതിൻ്റെ മാത്രം ആ ഉദാഹരണത്തിന് പറഞ്ഞു തരുന്നു. ഇപ്പോൾ ഒരാളുടെ പേര് രാജീവ് എന്ന് വിചാരിക്കുക. പറഞ്ഞുതരാൻ എളുപ്പത്തിന് ചെറിയൊരു പേരെടുത്തതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ ആ വ്യക്തിയുടെ ഇനിഷ്യലും സർനെയിമും എല്ലാം ഉൾപ്പെടെ വേണം എഴുതി കൂട്ടി വാല്യൂ കാണാൻ കേട്ടോ. രാജീവ് എസ് നായർ എന്നാണെങ്കിൽ അത് മൊത്തം എഴുതണം, എന്നിട്ട് വേണം. ഞാനിത് എളുപ്പത്തിന് വേണ്ടി ചെറിയൊരു പേരെടുത്ത് ഉദാഹരണത്തെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം കണ്ടല്ലോ, രാജീവ്, അതിൽ ഓരോ അക്ഷരം എടുക്കുക, അതിൻ്റെ വില. 6ൻ്റെ വില എത്രയാണ്? 2. എയുടെ വില 1. ജെയുടെ വില 1. ഇയുടെ വില 5. 2 ഇ ഉണ്ട്. ഇയുടെ വില 5. പിന്നെ വന്നിട്ട് ബി ആണ്. വിയുടെ വില 6. കണ്ടല്ലോ. ഇനിയും ഈ അക്ഷരങ്ങളുടെ താഴെ, ഈ പേരിൻ്റെ അക്ഷരങ്ങളുടെ താഴെ തന്നെ അതിൻ്റെ വില കൊടുക്കുക. മനസ്സിലായല്ലോ, പേരിൻ്റെ അക്ഷരങ്ങളുടെ താഴെ തന്നെ അതിൻ്റെ വില കൊടുക്കണം. വില കൊടുക്കുക. അപ്പം 6ൻ്റെ താഴെ 2 എന്ന വില കൊടുക്കുന്നു. എയുടെ താഴെ 1 എന്ന വില കൊടുക്കുന്നു. എന്നിട്ട് 6ൻ്റെ താഴെ 2, ഈ 2 എന്നുള്ള വില കൊടുത്തു. എയുടെ താഴെ 1 എന്നുള്ള വില കൊടുത്തു. ജെയുടെ താഴെ 1 എന്നുള്ള വില കൊടുത്തു. ഇയുടെ താഴെ 5, ഇയുടെ താഴെ 5, വിയുടെ താഴെ 6. ഇതെല്ലാം കൂടെ കൂട്ടണം. 6 + 1 + 1 + 2 + 2 + 6. ഇത് 6ആണ്. അപ്പോൾ 2 + 1 3, 3 + 1 4, 4 + 5 9, 9 + 5 14, 14 + 6 20. 20 = 2 + 0. ഇത് 20 എന്നുള്ളതിനെ ഏകസംഖ്യ ആക്കണം. അപ്പം 2 + 0, 2 + 0 എത്ര വന്ന്? 2. കണ്ടല്ലോ. അപ്പോൾ ഈ രാജീവെന്ന് മാത്രം ഉള്ള, അപ്പോൾ ഇയാളുടെ പേര് ഇപ്പോൾ രാജീവ് എസ് നായർ എന്നാണെങ്കിൽ അത് മൊത്തം എഴുതണം. അല്ലെ രാജീവ് പിള്ളൈ എന്നാണെങ്കിൽ അത് മൊത്തം എഴുതണം. ഞാനിപ്പം രാജീവെന്ന് മാത്രം പേരുള്ള ഒരാളുടെ ഉദാഹരണത്തെ എടുത്തതേ ഉള്ളൂ, എളുപ്പം എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി കേട്ടോ. അപ്പം രാജീവ് എന്നുള്ള പേര് ഇൻഷലൊന്നുമില്ല, വെറും ഒരു രാജീവ് എന്ന പേരുള്ള ഒരാൾ. അത് ഞാൻ എളുപ്പത്തിന് വേണ്ടി ഉദാഹരണത്തെ എടുത്തതേ ഉള്ളൂ. ഇനി ഇദ്ദേഹം ജനിച്ച 29-ാം തീയതി ഞാൻ പറഞ്ഞു, കണ്ടല്ലോ. അപ്പോൾ എന്താണ്, നമ്മൾ അതുകൂടെ കൂട്ടണം. ആ 29 എന്നുള്ള ജനിച്ച തീയതി മാത്രം എടുക്കുക. ജനിച്ച തീയതി മാത്രം എടുത്താൽ മതി. എന്നിട്ട് അവസാനം ഇതുകൊണ്ട് ഇവിടെ കൂട്ടിയിട്ടുണ്ട് 29. 2 + 9 എത്ര വന്നു? 11. ആ 11നെ ഏകസംഖ്യ ആക്കുമ്പോൾ 1 + 1 എത്ര വന്നു? 2. അപ്പം ജനിച്ച തീയതിയെ ഏകസംഖ്യ ആക്കുമ്പം 2 വന്നു. പേരിൻ്റെ വാല്യൂ ഏകസംഖ്യ ആക്കുമ്പോൾ 2 വന്നു. അപ്പോൾ ഈ 2 അപ്പം ഇത് രണ്ടും കൂടെ മാച്ചായി. കണ്ടല്ലോ. അതായത് ജനിച്ച തീയതിയുടെ സംഖ്യയ്ക്ക് തുല്യമായിരിക്കണം പേരിൻ്റെ ആ വാല്യൂ കിട്ടുന്ന ഏകസംഖ്യ ആക്കുന്ന സംഖ്യയും
ആ ജനിച്ച തീയതിയുടെ ഏകസംഖ്യ ആക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ അതിന് തുല്യമായിരിക്കണം പേരിൻ്റെ വാല്യൂ തമ്മിൽ കൂട്ടുമ്പം കിട്ടുന്ന ആ ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ. അപ്പോഴാണ് ജീവിതത്തിൽ ഭാഗ്യം കണക്കൊക്കുന്നത്. അപ്പോഴാണ് ജീവിതത്തിലേക്ക് ഭാഗ്യം, സമ്പത്ത്, ഐശ്വര്യം ഒക്കെ കടന്നു വരുന്നത്. അപ്പോൾ ഇത് ഞാൻ പല ആളുകൾക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു വാഹനത്തിന് ഒരു ഓടുന്ന ഒരു ടെമ്പോ ട്രാവലർ പോലെ ഒരു വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ അതിനൊക്കെ പേര് കൊടുത്ത് ഇതുപോലെ കണക്കൊപ്പിച്ച് കൊടുത്ത് അവർ കുറേ നാൾ കഴിഞ്ഞ് തന്നെ ഒരു 3 വർഷം കഴിഞ്ഞാൽ പിന്നെ അവർ ഇവിടെ എന്നെ കാണാൻ വരുന്നത്. അപ്പം ഒരുപാട് ഓട്ടം ഉണ്ടായിരുന്നു, ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ശരിയായിട്ട് ചെയ്താൽ അത് ഫലമാണ്. അപ്പോൾ ഇത് കുട്ടികൾക്ക് പേരിടുമ്പോൾ നിങ്ങൾ ഈ കണക്കൊത്ത് പേരിടുക. മനസ്സിലായല്ലോ? ഇനി നിങ്ങളുടെ പേരും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നിങ്ങൾ തന്നെ ശരിയായ രീതിയിൽ ഒക്കത്തക്ക രീതിയിൽ നിങ്ങൾ ദിവസവും രാവിലെ ഒന്ന് എഴുതുക. ഇപ്പം പേരിപ്പം ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ പേരിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഭാഗ്യം വരത്തക്ക രീതിയിൽ കണക്കൊക്കത്തക്ക രീതിയിൽ അക്ഷരം വെച്ച് ചേഞ്ച് ചെയ്തിട്ട് ആ പേര് ചേഞ്ച് ചെയ്ത പേര് ഒന്ന് പേരിന് വെറുതെ എഴുതുക രാവിലെ. ഇത് ദിവസം രാവിലെ ചെയ്താലും അത് പേര് ആക്ടിവേറ്റ് ആവും. അല്ലെങ്കിൽ പേര് മാറ്റാൻ സാഹചര്യമുള്ളവർ പേര് മാറ്റുക, അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. എല്ലാവർക്കും പേര് മാറ്റാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് പറഞ്ഞാണ്. ഇങ്ങനെ ചെയ്താലും ഫലമാവും. ഇനി കുട്ടികൾക്ക് പേരിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആ കുട്ടികൾക്ക് ആ പേരുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാകും. ഈ പേരിൻ്റെ തന്നെ ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണമെന്ന് വളരെ എനിക്കറിയാം. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല. ഒരു പേരായിക്കോട്ടെ, ഒരു വസ്ത്രമായിക്കോട്ടെ, അത് ഭാഗ്യം കൊണ്ടുവരുമെന്നുള്ളത് അതറിയാവുന്നവർക്കറിയാം. പല പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ നല്ല അറിവുള്ള വ്യക്തികൾ പലരും രഹസ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഭാഗ്യനിറം, ഭാഗ്യസംഖ്യ ഫോളോ ചെയ്യുന്നവരുണ്ട്. വളരെ അതറിയാവുന്നവർ. അറിയാൻ വയ്യാത്തവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഒരുപാട് ആളുകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പം ഞാൻ ബികോമിന് പഠിക്കുന്ന സമയം, പക്ഷെ അന്ന് എനിക്ക് കൂടുതൽ ഞാൻ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിത്തമായിട്ട് നടക്കുന്നതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതലും ഇതില്ലേ പോലും എനിക്ക് ഭാഗ്യനിറത്തിലൊക്കെ അന്ന് ചില ധാരണകൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ ബികോമിൻ്റെ പരീക്ഷ തുടങ്ങി അവസാനിക്കുന്നതിനും വരെ ഞാൻ എൻ്റെ ഭാഗ്യനിറമുള്ള ആ ഉടുപ്പാണ് ഞാൻ ചൂസ് ചെയ്തത്. പ്രത്യേകിച്ച് ആ ഭാഗ്യനിറമുള്ള ഒരു പാൻറ്റും ആണ് കൂടുതലും ഞാൻ മാറി ഉപയോഗിക്കുക, ആ നിറത്തിലുള്ള ചൂസ് ചെയ്തത്. പക്ഷെ എനിക്ക് അതുകൊണ്ട് പരീക്ഷയിലൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാൻ പറ്റി. ഭാഗ്യം എനിക്ക് അനുകൂലമായിരുന്നു. കാരണം എനിക്കത് ഒരുപാട് ഗുണം ചെയ്തു. കാരണം ഞാൻ പഠിച്ചതെല്ലാം ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വരികയും അത് നന്നായിട്ട് എഴുതാനുള്ളൊരു മനസാന്നിധ്യവും എനിക്ക് നല്ലൊരു ഭാഗ്യം എനിക്ക് തുണച്ചു എന്നുള്ളതാണ്. എനിക്ക് സാമാന്യം നല്ല മാർക്കും ഉണ്ടായിരുന്നു, എന്നുവെച്ചാൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് വളരെ ഒരു സന്തോഷമായിട്ട് തോന്നി. പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയങ്ങളിൽ എനിക്ക് ഇത്തരം കാര്യങ്ങളോട് ഈ നിറത്തിലൊന്നും അത്ര ഒരു അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ഈ പ്രീ ഡിഗ്രിക്ക് അക്കൗണ്ടൻസിക്ക് ട്യൂഷന് പോകുമ്പോൾ എന്നെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു സാറുണ്ട്, ജയൻ സാർ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം നല്ലതായിട്ട് പഠിപ്പിക്കും. അപ്പം നല്ലതായിട്ട് നല്ല പഠിപ്പില്ല അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ പോകുമ്പോൾ എനിക്ക് ഈ അക്കൗണ്ടൻസി എനിക്ക് കണക്ക് ഭയങ്കര വശമായിരുന്നു. കണക്ക് എനിക്ക് എങ്ങനെ ഇട്ടാലും ഞാൻ കണക്ക് ചെയ്യുമായിരുന്നു പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാലത്ത് ഒരു ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഈ പ്രീ ഡിഗ്രി ഫൈനൽ ഇയറിന് ഞാനപ്പോൾ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ കണക്കിൻ്റെ ഒരു പരീക്ഷയ്ക്ക് ഞാൻ തിയറി പഠിക്കത്തില്ല. അതിപ്പം 10ാം ക്ലാസ്സിലാണേലും ഞാൻ തിയറിയേ പഠിക്കത്തില്ല. കണക്കെല്ലാം എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ആ ഒരു അഹങ്കാരമൊക്കെ ആയിരിക്കാം, അന്നത്തെ ഒരു അഹങ്കാരമായിരിക്കാം. തിയറി പാർട്ട് ഞാൻ നോക്കത്തില്ല. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ എപ്പോഴും പുസ്തകം തുറന്ന് വായിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരും കറക്റ്റ്, പിന്നെ അത് നോക്കത്തില്ല. ഇതുവഴിയൊക്കെ ചുമ്മാ നടക്കും. അപ്പോൾ കൂട്ടുകാർ ചോദിക്കും, നീ എന്നാടാ ബുക്കൊന്നും നോക്കുന്നില്ല, ഇപ്പം പരീക്ഷയുടെ മുമ്പ് എല്ലാവരും ഇരുന്ന് പഠിക്കും. ഞാനെല്ലാം ക്ലിയറായിട്ട് വീട്ടിൽ നിന്ന് പഠിച്ചു, അത് നല്ലതായിട്ട് പഠിച്ചിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം പിന്നെ SLC പരീക്ഷയ്ക്കാണേലും കണക്കിൻ്റെ ഞാൻ എ പാർട്ട് പഠിച്ചിട്ടേ ഇല്ല. പക്ഷേ എനിക്ക് കണക്ക് സെക്കൻഡിൽ 46 മാർക്കുണ്ടായിരുന്നു, 4 മാർക്കാണ് പോയത്. അത് എ പാർട്ട് ഞാൻ കണക്ക് കൂട്ടത്തില്ല. അപ്പോൾ ആ ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു.
പിന്നെ പ്രീ ഡിഗ്രിക്ക് വന്നപ്പോഴും ആ ഒരു അഹങ്കാര ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പം ജയൻ സാറിൻ്റെ അവിടെ ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് എനിക്ക് കണക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, അന്ന് എനിക്ക് ഭാഗ്യനിറത്തിലൊന്നും വിശ്വാസമില്ല. ഞാൻ വിചാരിച്ചു ശരി, അതുകൊണ്ട് ഞാൻ തിയറി പാർട്ടേ പഠിച്ചില്ല. അങ്ങനെ ഒരു അഹങ്കാരം ഉള്ളതുകൊണ്ട് ഞാൻ ഒരു സോളാർ കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു കാൽക്കുലേറ്റർ അന്ന് എൻ്റെ കിട്ടി. അപ്പോൾ ആ കാൽക്കുലേറ്ററാണ് ഞാൻ പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഇപ്പം അക്കൗണ്ടൻസിക്ക് പോകുന്നവർക്കൊക്കെ അറിയാം, കാൽക്കുലേറ്റർ ഇല്ലാതെ കണക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് മുഴുവൻ കാൽക്കുലേഷൻ അല്ല, അതുകൊണ്ടാണ് കാൽക്കുലേറ്റർ അലവ് ചെയ്തിരിക്കുന്ന പരീക്ഷയ്ക്ക്. അപ്പോൾ നമുക്കത് വിഷയമല്ല, നമുക്ക് എല്ലാ കണക്കും നമ്മൾ കറക്റ്റായിട്ട് അറിയാം, കണക്ക് ഫുള്ള് എങ്ങനെ വന്നാലും ചെയ്യും, അങ്ങനെ ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്ററുമായിട്ട് ഈ സോളാർ സെല്ലിൻ്റെ കാൽക്കുലേറ്ററുമായിട്ട് ഞാൻ പരീക്ഷാകാളിൽ കയറി. പ്രീ ഡിഗ്രി ഫൈനൽ ഇയറിന് അക്കൗണ്ടൻസിയുടെ. പക്ഷേ അത് വർക്ക് ചെയ്യുന്നില്ല, പരീക്ഷാകാലി വെച്ച് വർക്ക് ചെയ്യുന്നില്ല. കാരണം പരീക്ഷാകാലിൽ ഒരു ഇരുട്ടായിരിക്കാം. അന്നാണ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലായി ഈ സോളാർ സെല്ലിൻ്റെ ഈ കാൽക്കുലേറ്റർ പരീക്ഷാകാലി വെച്ച് വർക്കാകുന്നത്. അപ്പോൾ എനിക്ക് ആ തിയറി ഒന്നും അറിയത്തില്ല. കാരണം അന്നത്തെ അഹങ്കാരം, കണക്കറിയാം, എങ്ങനെ ഇട്ടാലും അക്കൗണ്ടൻസിൽ കണക്ക് ഞാൻ ചെയ്യും, അത് എങ്ങനെ ഏത് കണക്ക് വന്നാലും ചെയ്യും, ആ ഒരു അഹങ്കാരം. കാരണം സാർ അതുപോലെ പഠിപ്പിച്ചു, എൻ്റെ കഴിവല്ല, എന്നെ പഠിപ്പിച്ച സാറിൻ്റെ കഴിവാണ്. അപ്പോൾ ട്യൂഷൻ എടുക്കുന്ന ജയൻ സാർ എന്നെ അങ്ങനെ എല്ലാവരും അക്കൗണ്ടൻസി നന്നായിട്ട് പഠിപ്പിക്കുന്നു, സാറിൻ്റെ ഒരു കഴിവാണ് കേട്ടോ. ഞാനത് ആ ഒരു അഹങ്കാരത്തിലിരുന്ന് എൻ്റെ കാൽക്കുലേറ്റർ വർക്ക് ചെയ്യുന്നില്ല. എൻ്റെ പരിപാടി അവിടെ തീർന്നു. എനിക്ക് കണക്ക് പിന്നെ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഇത്രയും മണിക്കൂറിനുള്ളിൽ ഈ കാൽക്കുലേറ്റർ വർക്ക് ചെയ്യത്തില്ല, ഇതെങ്ങനെ കണക്ക് ചെയ്യാണ്? അപ്പം ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എല്ലാ അക്കൗണ്ടും ഇതെല്ലാം എനിക്കെല്ലാം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് വിയർത്തു. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ കുറേ ചെയ്തു, പറ്റുന്ന സമയത്തുള്ളിൽ കുറേ ചെയ്തു. അതെല്ലാം കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഒക്കെ, കാൽക്കുലേറ്റർ ഇല്ലാതെ, കാൽക്കുലേറ്റർ വർക്ക് ചെയ്യുന്നില്ല, അപ്പം തന്നെ നമുക്കധികം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ തിയറി എനിക്കൊരു വക അറിയത്തില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് നക്ഷത്രം വേണ്ടി ഞാൻ വിളിക്കാതെ ഈശ്വരന്മാരില്ല. കാരണം ഫൈനൽ ഇയർ പരീക്ഷയാണ് പ്രീ ഡിഗ്രി അക്കൗണ്ട്സി. ഈ ഭാഗ്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, ഭാഗ്യനിറത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. അപ്പോഴത്തേനും ഏതായാലും ഞാൻ പഠിച്ച ക്ലാസ്സിൽ എൻ്റെ ഒരു ഓർമ്മ വെച്ചൊക്കെ തിയറി കുറച്ച് എഴുതി, പറ്റുന്നത്ര കണക്ക് ചെയ്തു. പക്ഷേ അതൊന്നും ആകത്തില്ല. എനിക്ക് ഒരു നല്ല സ്കോറിങ് ചെയ്യണമെന്ന് വെച്ച് വന്ന് ഞാൻ ഫസ്റ്റ് ജയിച്ചു, അത്രയേ ഉള്ളൂ പ്രീ ഡിഗ്രി. അപ്പം ഞാൻ പിന്നീട് ബികോം ആയപ്പം ഞാൻ പരീക്ഷയ്ക്കല്ല എൻ്റെ ഭാഗ്യനിറം ഉപയോഗിക്കത്തുള്ളൂ. കാരണം അതുകൊണ്ട് ഇതുപോലെയുള്ള ചില അബദ്ധങ്ങളിൽ പോയി ചാടത്തില്ല. ഞാൻ എൻ്റെ ഒരു ഭാഗ്യക്കേട് കൊണ്ടാണ് ആ സോളാറിൻ്റെ കാൽക്കുലേറ്റർ അപ്പം ഒരാൾ എനിക്ക് തന്നതാണ് ഫ്രീ ആയിട്ട്. എൻ്റെ ആ സമയദോഷം കൊണ്ട് ഞാനത് മേടിച്ചു, അതുകൊണ്ട് പരീക്ഷയ്ക്ക് പോയി. അല്ലാതെ ഞാൻ എപ്പോഴും നല്ല കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഒരാൾ എനിക്ക് വെറുതെ തന്നതാണ്, ഓർക്കണേ. അപ്പോൾ അത് ലക്കെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാതെ ചില കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കും. അപ്പോൾ ബികോമിനൊക്കെ വന്നപ്പോൾ എനിക്ക് ഭാഗ്യനിറത്തിലൊക്കെ വിശ്വാസമുണ്ട്. ഞാൻ എൻ്റെ ഭാഗ്യനിറം മാത്രമേ പരീക്ഷയ്ക്ക് ഉപയോഗിക്കത്തുള്ളായിരുന്നു. എനിക്ക് എല്ലാ പരീക്ഷകളിലും നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ഇതിന് പകരം ഞാൻ വീട്ടി ബികോമിന് സ്റ്റാറ്റിസ്റ്റിക്സിന് 91 മാർക്കുണ്ടായിരുന്നു 100-ൽ എനിക്ക്. അതും ജയൻ സാർ എന്നെ ട്യൂഷൻ പഠിപ്പിച്ചു. അപ്പോൾ എനിക്ക് കണക്ക് എങ്ങനെ ഇട്ടാലും അന്ന് ഞാൻ ചെയ്യുമായിരുന്നു. 91 മാർക്ക്, 9 മാർക്ക് ഞാൻ തിയറി തിയറി വലുതായിട്ട് ഞാൻ നോക്കത്തില്ല, കണക്കെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. 91 മാർക്ക് 100-ൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര എളുപ്പമാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ അത് ഭാഗ്യം കൊണ്ട് എനിക്ക് അനുകൂലം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ചിലപ്പോഴേ ഇതുപോലെ ഏതെങ്കിലും ഒരുത്തം വന്നു വെച്ചാൽ എന്നായെങ്കിലും അന്ന് എനിക്കൊരു സമ്മാനമായി ഒരുത്തം ഫ്രീ ആയിട്ട് വന്ന ഒരു കാൽക്കുലേറ്റർ, നീ നല്ല കാൽക്കുലേറ്റർ നീ എടുത്തോന്ന് പറയും. എന്നായെങ്കിലും ഒരു പാറ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചാൽ പോലും നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഭാഗ്യനിറം കൊണ്ട് എനിക്ക് അത് പ്രയോജനപ്പെട്ടു ആ ബികോം പരീക്ഷ മുഴുവൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഭാഗ്യനിറത്തിനും വളരെ പ്രാധാന്യമുണ്ട്. നമുക്കൊരു കാര്യം അറിയാവുന്നോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചെന്നോ അല്ലെങ്കിൽ നമുക്ക് കഴിവുണ്ടോ എന്നുള്ളതല്ല. ചിലയിടത്ത് ചിലപ്പോൾ നമുക്ക് ചില ലക്ക് വേണ്ടി വരും, എങ്കിലേ നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ കഴിവ് അവിടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, അവസരം പ്രയോജനപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി പറയാൻ പോകുന്നത് ചില വാക്കുകളുടെ അക്ഷരത്തിന് ഉച്ചാരണത്തിൽ ചില കാര്യമുണ്ട്. ഉച്ചാരണം കേട്ടോ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയ പ്രയോജനം ചെയ്യും. ഇത് ഞാൻ പൊതുവായിട്ട് സാമാന്യമായിട്ട് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് സ്വീകരിച്ചാൽ മതി, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ചില ഉച്ചാരണത്തിൽ കാര്യമുണ്ട്. ഇപ്പോൾ ഒരാളുടെ പേര് തുടങ്ങുന്നത് 6 അല്ലെ പേരിനുള്ളിൽ എവിടെയെങ്കിലും 6 6 അതായത് 6 6 6 6 6 റീ, ഇതന്നെ റ റേ റോ റീ, ഇങ്ങനെയുള്ള ഉച്ചാരണങ്ങൾ പേരിൻ്റെ ആദ്യമോ അല്ലെ പേരിൻ്റെ മധ്യത്തിലോ അവസാനത്തിലോ പേരിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. 6 6 6 6. അതുപോലെ തന്നെ എച്ച്
എച്ച് ഹ എന്നുള്ള ഉച്ചാരണം. ബി പി 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 കൂടുതലായിട്ട് പേരിൻ്റെ പല ഭാഗങ്ങളിൽ വരിക. എസ് കൂടുതലായിട്ട് വരിക. എസ് എ എന്ന് വരിക. എം പേരിൻ്റെ പല ഭാഗങ്ങളിൽ കൂടുതലായിട്ട് വരിക. ഇതൊക്കെ ഭാഗ്യം നൽകും. പിന്നെ അതുപോലെ നോക്കിയാലേ വായിക്കാൻ പറ്റുള്ളൂ. ഞാൻ തന്നെ എഴുതിയാണെങ്കിലും എനിക്ക് അത് തിരിച്ചു പഠിക്കും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ, അതുകൊണ്ട് ഒന്നുകൊണ്ട് നോക്കുന്നു. അതുപോലെ തന്നെ ഇഷ്, ESH, ഇഷ്, ഇപ്പോൾ രാജേഷ് അല്ലെങ്കിൽ ഇഷ് അനീഷ്, ഇഷ് വരുന്ന അത് പേരിൻ്റെ എവിടെ വന്നാലും അത് നല്ല ഒരു ഭാഗ്യം നൽകുന്നതാണ്. പിന്നെ DH പേരിൻ്റെ എവിടെ വന്നാലും അത് കൂടുതൽ ഭാഗ്യകരമാണ്. VIയും ഭാഗ്യം നൽകുന്നതാണ്. അതുപോലെ G പേരിൽ കൂടുതലായിട്ട് പല ഭാഗത്തായിട്ട് വരിക, അത് ഭാഗ്യം നൽകുന്നതാണ്. ഇനിയും ഇത് സാമാന്യമായിട്ട് കുറേ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി പേര് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ, അത് പറഞ്ഞുതരാം. അതായത് പേരിൽ SU സു ഇത് പേരിൻ്റെ ആദ്യമോ അവസാനം മധ്യത്തിലോ എവിടെയെങ്കിലും വരിക, എവിടെ വന്നാലും മതി. സു, സെ, SC സെ. അതുപോലെ REN ഈ ഒരു ഉച്ചാരണം REN. അതുപോലെ TT ഇത് പേരിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വരിക. അതുപോലെ O പേരിൽ കൂടുതലായിട്ട് വരിക. അതുപോലെ BIN പേരിൽ ഉച്ചാരണം വരിക. BU പേരിൽ ഉച്ചാരണം വരിക. DI പേരിൽ ഉച്ചാരണം വരിക. ഇതൊക്കെ അത്ര ഒരു ഭാഗ്യകരമല്ല. KU പേരിൽ ഉച്ചാരണം വരിക. ഇതൊക്കെ അത്ര ഭാഗ്യകരങ്ങളല്ല. ഇപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് കൂടുതലും എപ്പോഴും പ്രശ്നങ്ങളും ഒരു പ്രതിസന്ധികളും മനോക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ചിലപ്പോൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാകാം. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം അവരവരുടെ ജനിച്ച സമയവും ഡേറ്റും ഒക്കെ വെച്ച് വ്യത്യാസം വരും. ഇത് സാമാന്യമായിട്ട് പറയുന്നതാണ്. അങ്ങനെ ഉണ്ടാകണമെന്ന് എല്ലാവർക്കും നിർബന്ധമില്ല. പക്ഷേ ചിലർക്കെങ്കിലും ഇങ്ങനെ പേരിൽ ഈ ഉച്ചാരണങ്ങളുള്ളവർക്ക് എപ്പോഴും പ്രതിസന്ധികൾ, മാനസികമായ ക്ലേശം, ടെൻഷന്, പലയിടത്തും ആവശ്യമില്ലാതെ കേസ്, വഴക്ക്, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ പോയി ചാടുക, ചിലർക്കെങ്കിലും ചിലപ്പം ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ടാകാം. നിർബന്ധമില്ല, ഇത് പൊതുവായിട്ട് പറയുന്നതാണ്. ജനിച്ച സമയവും ഡേറ്റും ഒക്കെ അനുസരിച്ച് ഇതെല്ലാം വ്യത്യാസം വരും കേട്ടോ, ഇത് പൊതുവായിട്ട് പറയുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പേരിൽ ഭാഗ്യം നൽകുന്ന ഇതിപ്പം ഇത്രയും അത്ര നല്ലതല്ല ഈ പറഞ്ഞത് കേട്ടോ. ഇനിയും ഭാഗ്യം നൽകുന്ന ഈ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ വിട്ടുപോയ ഒരു 2-3 ഉച്ചാരണങ്ങളുണ്ട്. TH ESH ഇഷ്, TH, NO അല്ല TH ESH ESH ഇതൊക്കെ ഭാഗ്യം നൽകുന്നതാണ്. പക്ഷേ പേരിൽ ഈ നോ, മനോജ്, സനോജ്, ഈ നോ എന്നുള്ളൊരു ഉച്ചാരണം അതും അത്ര നല്ലതല്ല. അപ്പോൾ ഇത് പേരിൻ്റെ ഉച്ചാരണത്തിലും ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചോണം. BIN ചേർന്ന് വരുന്ന ചില പേരുകളുണ്ട്. ഇപ്പം പലപ്പോഴും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്ന ഒരു ചില ആളുകൾ പലപ്പോഴും അങ്ങനെയുള്ള ഒരു ചില അങ്ങനെയുള്ള ഒരു സാധ്യതകൾ കൂടുതലുള്ളതാണ്. അതുപോലെ REN അപ്പം ഇവ ഈ എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് നടക്കുക, അവിടെ ആദ്യം എഴുന്നേറ്റ് എതിർക്കുന്ന ചിലപ്പം ഈ അരയൻ, ഇപ്പം അത് രാജേന്ദ്രൻ ആകാം, അങ്ങനെ എന്നുള്ള ഒരു ഉച്ചാരണമുള്ളവരായിരിക്കും ആദ്യം കൂടുതൽ ഇത് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടാകണം നിർബന്ധമൊന്നുമില്ല, ഞാനൊരു സ്വഭാവം പറഞ്ഞതുള്ളൂ. എല്ലാവരും അങ്ങനെ REN പേരിലുള്ളവർ അങ്ങനെ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, ചില സാധ്യതകളാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പേരുകളിൽ വളരെ ഉച്ചാരണത്തിൽ ചില കാര്യങ്ങളുണ്ട്, പറഞ്ഞു മനസ്സിലായി. ഈ RA എന്നുള്ള ഉച്ചാരണം വളരെ നല്ലതാണ്. അതുപോലെ RO, RE, RA, RO, RI നല്ല ഒരു ഭാഗ്യം നൽകുന്നതാണ്. അതുപോലെ H എന്നുള്ള ഉച്ചാരണം. അതുപോലെ M പേരിൽ കൂടുതലായിട്ട് വരിക വളരെ ഭാഗ്യം നൽകും. അതുപോലെ H കൂടുതലായിട്ട് വരിക. അതുപോലെ G കൂടുതലായിട്ട് വരിക. P എന്ന അക്ഷരം പേരിൽ ആവർത്തിക്കുക. അതുപോലെ B എന്ന അക്ഷരം പേരിൽ ആവർത്തിക്കുക. ഇതൊക്കെ വളരെ ഭാഗ്യദായകങ്ങളാണ്. കൂടുതലും ആയിട്ടും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ യുവിൻ്റെ പ്രയോഗം. SU സു അല്ല, പേരിൻ്റെ അവസാനം യു വരുന്നു, അവസാനം യു വരുന്നു. ആ ഒരു യുവിൻ്റെ ഒരു ഉച്ചാരണം കൂടുതലായിട്ട് വരുന്ന അത്ര ഒരു ഗുണകരമല്ല എന്നുള്ളതാണ് പല അനുഭവങ്ങളിലൂടെയും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ശരിയോ തെറ്റോ അത് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അങ്ങനെ മാത്രം കണക്കാക്കുക. എൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ശരിക്കല്ല, നിങ്ങൾക്ക് തള്ളിക്കളയാം.
അപ്പം പേരിൻ്റെ അവസാനം യു വരിക, പേരിൽ കൂടുതലായിട്ട് യു വരിക, പേരിൽ കൂടുതലായിട്ട് ഐ വരിക, ഇതൊന്നും ഒരു അത്ര ഒരു നല്ല ഒരു 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 രീതി ആയിരിക്കണമെന്നില്ല. അതുകൊണ്ടൊക്കെ അത്ര, അതായത് ഐ കൂടുതൽ വരിക, യു കൂടുതൽ വരിക, ഒ കൂടുതൽ വരിക, ഇതൊക്കെ പേരിൽ ഒരു അത്ര ഗുണകരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ അവർ അങ്ങനെയുള്ളവർക്കെല്ലാം അങ്ങനെ ഒരു മോശം കാര്യങ്ങൾ ഉണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതുകൊണ്ട് അത്ര ഭാഗ്യദായകമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഇങ്ങനെ പേര് ചില കൗതുകങ്ങളുണ്ട്, ചില രസങ്ങളുണ്ട്. അപ്പം നമ്മൾ പേര് ഒരാൾക്ക് ഇടുമ്പോഴും പേരിനകത്ത് ചില കാര്യങ്ങളുണ്ട്. അതുപോലെ ഈ എൻ ഐ, നീ, എൻ ഐ എന്നുള്ള ഉച്ചാരണം, എൻ ഐ, ആ ഉച്ചാരണം പേരിൻ്റെ ആദ്യമോ പേരിൻ്റെ അവസാനമോ ഒക്കെ വന്നാലും വളരെ പ്രതിസന്ധികൾ ഇവർ അനുഭവിക്കേണ്ടതായി ചിലപ്പോൾ വരാം. എല്ലാവരും അല്ല, ചിലരെങ്കിലും. സാധ്യതകളാണ് പറയുന്നത്, ഇതെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ, സാധ്യതകളാണ്. അപ്പോൾ അതൊരു നല്ല ഒരു ഒരു ഇതായിട്ട് എനിക്ക് തോന്നില്ല. അതുപോലെ ഈ എനിക്ക് ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു ഉച്ചാരണമാണ് ഈ ആറ്, ആറ്. അതുപോലെ എം എം എ അല്ലെങ്കിൽ എം എ, ഈ അങ്ങനെ എമ്മിൻ്റെ കൂടുതലായിട്ട് വരുന്നത് വളരെ ഭാഗ്യദായകങ്ങളായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ട ജീവിതങ്ങളിൽ നിന്നും മനസ്സിലാക്കിയെടുത്തിരിക്കുന്നതായിരിക്കും. അപ്പം പേരിലെ കണക്കൊക്കണം, പേരിൻ്റെ കണക്കൊക്കണം. അതെങ്ങനെ? സംഖ്യാജ്യോതിഷം അനുസരിച്ച് നിങ്ങളുടെ ജനിച്ച തീയതി മാത്രം എടുക്കുക. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞിരുന്നത്, ചിലർ വിധിസംഖ്യ കൊണ്ട് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ ഞാൻ ജനിച്ച സംഖ്യ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഈ കാര്യത്തിന് വിധിസംഖ്യ ഞാൻ എടുക്കാറില്ല. വിധിസംഖ്യ ഏതാണെന്ന് നോക്കും, അതിനെക്കുറിച്ചൊരു അവലോകനം നടത്തും. പക്ഷേ ജനിച്ച തീയതി എടുക്കുക, ആ തീയതിയുടെ ആ ഡേറ്റിന് കണക്കിനൊപ്പിച്ച് പേരിൻ്റെ വാല്യൂവിൻ്റെ കണക്ക് വരിക, മാച്ചാവുക. പിന്നെ ഉച്ചാരണം കഴിയുന്നതും ശ്രദ്ധിക്കുക. ഉച്ചാരണം ഒരു എസ് സി, സെ, അല്ലെ എസ് യു, സു, അതൊക്കെ അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് എപ്പോഴും എന്തെങ്കിലും ഒരു മാനസികമായിട്ടൊരു അധിക ടെൻഷനായിട്ട് ഉണ്ടാകാവുന്ന ചില ഉച്ചാരണങ്ങളാണ്. പേരിൻ്റെ ആദ്യം വന്നാലും എവിടെ വന്നാലും ആ ഒരു ഉച്ചാരണം എന്ന് വെച്ചാൽ അറിയാമല്ലോ, ശബ്ദം. ആ ശബ്ദത്തിനകത്ത് കാര്യമുണ്ട്, ഉച്ചരിക്കുന്ന ശബ്ദത്തിനകത്ത്. ഇതൊക്കെ കുട്ടികൾക്ക് പേരിടുമ്പോഴോ നമ്മളെ സ്വയം പേരിലോ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ ഭാഗ്യങ്ങളുണ്ടാകും. പല ആളുകളും പേര് മാറ്റാറുണ്ടല്ലോ, പ്രശസ്തരായ പല ആളുകൾ. എന്തുകൊണ്ടാണ് പേര് മാറ്റുന്നത്? അത് അവർക്കൊക്കെ പലപ്പോഴും ഗുണം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വളരെ അറിവുള്ളവരും ഈ സംഖ്യാജ്യോതിഷത്തിൽ ഒക്കെ ചില രഹസ്യങ്ങൾ ഫോളോ ചെയ്യാറുണ്ട്. ഭാഗ്യനിറം, ഭാഗ്യസംഖ്യ, ഭാഗ്യ ഡേറ്റുകൾ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ 6, 15, 24 ഈ തീയതികളിൽ ജനിച്ച ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചു. അത് ഏത് മാസവും ആയിക്കോട്ടെ. 6, 15, 24 ഈ വ്യക്തി ഒരു പ്രസ്ഥാനം തുടങ്ങുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏത് ഡേറ്റുകൾ അവോയ്ഡ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമോ? 8, 17, 26 ഈ ഡേറ്റുകൾ അവോയ്ഡ് ചെയ്യുന്ന ഏറ്റവും നല്ലത്. ഏത് ഡേറ്റുകൾ പ്രയോജനപ്പെടുത്തണമെന്നറിയോ? 6, 15, 24 ഈ ഡേറ്റുകൾ പ്രയോജനപ്പെടുത്താം, നല്ലതാണ്. 8, 17, 26 ഈ ഡേറ്റുകൾ സാധിക്കുമെങ്കിൽ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ ഒരു 17-ാം തീയതി അല്ലെങ്കിൽ 8-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നു ഒരു ബിസിനസ്. 6, 15, 24 ഇതിലേതെങ്കിലും ഒരു തീയതി ജനിച്ച ആളെന്ന് വിചാരിച്ചു. ബിസിനസ് ചിലപ്പോൾ ചെയ്യാൻ പറ്റും, കുറച്ചു കാലം ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതി വർഷങ്ങളോളം ഒരു ഡെവലപ്മെൻ്റ് ഇല്ലാതെ അങ്ങ് പോകും. അതേസമയം ആ ഭാഗ്യ തീയതി കണക്കാക്കി ആ ഒരു ഉദ്ഘാടനം നടത്തുകയാണെങ്കിൽ നല്ല കയറ്റമായിരിക്കും. കാരണം ഞാൻ അങ്ങനെ പല കാര്യങ്ങളും പലർക്കും പറഞ്ഞു നിർദ്ദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. അതുപോലെ വണ്ടികളുടെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾ 4, 13, 22 ഈ തീയതികളിൽ ജനിച്ച വ്യക്തിയാണെന്ന് വിചാരിച്ചു. ഏത് മാസം ഏതും ആയിക്കോട്ടെ. നിങ്ങളുമായി ഇപ്പം നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ 4 അക്ക നമ്പർ കൂട്ടിയാൽ കിട്ടുന്ന ടോട്ടലിനെ ഏകസംഖ്യ ആക്കുമ്പോൾ മിക്കവാറും 8 ആയിരിക്കും വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു 8 കടന്നു വരുന്നതായിട്ട് കാണാം. 8 കടന്നു വരും. ഇപ്പം 4 നിങ്ങൾ ജനിച്ചെങ്കിൽ 4, 13, 22, 31 ഈ തീയതികളിലാണ് ജനിച്ചെങ്കിൽ നിങ്ങൾ 8ൻ്റെ സ്വാധീനമാണ്. ഇനി നിങ്ങൾ 8, 17, 26 ഈ തീയതികൾ ഏതെങ്കിലും ഒന്ന് ജനിച്ചെന്ന് വിചാരിച്ചു. നിങ്ങളുടെ വണ്ടിയുടെ നമ്പരോ ഒക്കെ കൂട്ടി നോക്കുക, ചിലപ്പം 4 എന്ന സംഖ്യ ആയിരിക്കും വരുന്നത്. 8 തീയതികളിൽ ജനിച്ചവർക്ക് 4 ജീവിതത്തിലേക്ക് കടന്നു വരും. പണ്ടൊരു തിരുമേനയുടെ ഇതുപോലെ നോക്കിയപ്പം അദ്ദേഹം ജനിച്ച ഡേറ്റ് 8. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ 4 അക്ക വണ്ടിയുടെ സംഖ്യ തമ്മിൽ കൂട്ടിയപ്പോൾ 4 വരുന്നതെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു
കറക്റ്റാന്ന് പറഞ്ഞു. കാരണം അത് നിർബന്ധമില്ല, പക്ഷേ സാധ്യത കൂടുതൽ, അത്രയേ ഉള്ളൂ. ചിലപ്പം വ്യത്യാസം വരാം, പക്ഷേ സാധ്യത കൂടുതലാണ്. കാരണം അത് ഞാൻ അതാണ് കൂടുതൽ സാധ്യത എന്നാണ് പറഞ്ഞത്. പുള്ളി പറഞ്ഞു കറക്റ്റാന്ന് പറഞ്ഞു. പുള്ളിക്കൊന്നും പറയാനില്ല. പുള്ളി പറഞ്ഞ് സമ്മതിച്ചെന്നേക്കെന്ന് പറഞ്ഞു. കാരണം ഞാനാ പുള്ളിക്ക് പിന്നെ ഡേറ്റ് കൊടുത്ത്, ആ വണ്ടി പുള്ളിക്ക് പ്രയോജനം ചെയ്തു. അപ്പം ഇങ്ങനെ സംഖ്യകൾക്കിടയിൽ ഒരു കളിയുണ്ട്. അത് ചുമ്മാ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്ന കളിയല്ല, നമ്മൾ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്ന ഒരു കളിയാണ്. പുസ്തകത്തിൽ നിന്ന് അതിൻ്റെ ലിമിറ്റുണ്ട്. അത് ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്ത് വേറൊരു പുസ്തകത്തിലേക്ക് എഴുതുന്നവനെ ശരിക്കും ഈ എഴുതുന്നതായിരിക്കും പണി. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ ജീവിതത്തിൽ അനുഭവത്തിൽ നിന്ന് പഠിക്കുന്നതാണ്. അത് പഠിത്തം വേറെ, രണ്ടും രണ്ടാണ്. അപ്പം നമ്മൾ പറയുന്നത് അത് പ്രയോജനം ചെയ്യും. പറഞ്ഞാൽ മനസ്സിലായി. ഇത് പുസ്തകത്തിലൊന്നും കിട്ടത്തില്ല. അപ്പം ഇത് ഇങ്ങനെ സംഖ്യകളിൽ കുറേ രഹസ്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വേണ്ടി ഒരാൾ വന്നു. അത് എന്നെ നേരിട്ട് എന്നെ കണ്ടത് വഴി വെച്ചാണ്. കാരണം പലപ്പോഴും എന്നെ കാണാൻ വന്നിട്ട് അവർക്ക് കാണാൻ പറ്റിയില്ല. കാരണം കുറേ തിരക്കാണ്, അത് കാരണം പറ്റത്തില്ല. അവർ വരുമ്പോൾ ഒന്നും ചിലപ്പോൾ ഞാനിവിടെ കാണത്തില്ല, അല്ലെങ്കിൽ എനിക്ക് തിരക്ക് വിട്ട് വർക്ക് ചെയ്യുമായിരിക്കും. അതിന് വഴിയിട്ട് അവർ എന്നെ കണ്ടു. അവർക്ക് സന്തോഷമായി. അവരെന്നോട് പറഞ്ഞു അവരൊരു കാര്യം അത്യാവശ്യമായിട്ട് നോക്കണം. കാരണം അവരുടെ മകനെ ഇപ്പോൾ 60,000 രൂപ ശമ്പളമുണ്ട്, IT ഫീൽഡാണ്. വീട്ടിൽ ഇരുന്നുകൊണ്ട് വർക്ക് ഫ്രം ഹോമാണ് ചെയ്യുന്നത്. അവിടെ അവനെ വിദേശ രാജ്യത്തേക്ക്, കാനഡയോ അങ്ങനെ കാനഡയാണോ അയർലൻഡാണോ എന്തോ വിദേശ രാജ്യങ്ങളിലേക്കാണ്, യൂറോപ്യൻ രാജ്യത്തിലേക്കാണ് പോകാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് പറയണം, അത് ഞങ്ങളിപ്പോൾ ശ്രമിക്കണോ എങ്ങനെയാണെന്ന് പറയണം. അപ്പോൾ ഇതെന്തുകൊണ്ട് എന്നെ തപ്പി വന്ന് എന്നെ വഴിയിലിട്ട് ഇവർ പിടികൂടുന്നു. കാരണം എനിക്കിപ്പം ഒന്നിനും കൈ കടത്താൻ പറ്റത്തില്ല, അതുപോലെ തിരക്കാം. അപ്പോഴത്തേനും അതെന്തുകൊണ്ടാണെന്നറിയുമോ? ഈ വ്യക്തി ഈ പയ്യനെയും കൊണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ പോകുന്നു. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് +2 പോകുന്ന ആ ഒരു സമയം. അപ്പം ഈ പയ്യന് ഇവരുടെ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ, വഴക്ക്, കലഹം, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഈ പയ്യന് പഠിത്തത്തിൽ പ്രശ്നങ്ങൾ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ പയ്യൻ്റെ ഞാൻ ഡേറ്റ് എല്ലാവരും നോക്കും, ഞാൻ വിശകലനം ചെയ്യുന്നു. ഡേറ്റും നോക്കും, ഗ്രഹനിലയും നോക്കും, ഹസ്തരേഖയും നോക്കും. അപ്പോൾ ഡേറ്റൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇതിലൊരു വാഹനം ശ്രദ്ധിക്കണമെന്ന് പറയാം. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അതുകൊണ്ട് അവർക്കത് പറയുന്ന കാര്യങ്ങൾ അവർക്കറിയാം. അത് സംഭവിച്ചുകൊണ്ടാണ് അവരെന്നോട് വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ മതി, വഴിപാടെല്ലാം പറഞ്ഞു. ഒന്നും പറ്റിയില്ല, ചെറിയൊരു അപകടം ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഈ പയ്യനെ ഞാൻ പറഞ്ഞു, വീട്ടിൽ ഈ പയ്യൻ നിന്ന് കഴിഞ്ഞാൽ അപ്പനുമായിട്ട് ബഹളം ഉണ്ടാക്കി ഇവൻ എന്തെങ്കിലും കയ്യബദ്ധം വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പനെ പിടിച്ചൊന്ന് തള്ളിയാൽ മതി. സമയദോഷമാണെങ്കിൽ എന്നെ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഇവൻ്റെ ഭാവി പോകും. അതുകൊണ്ട് ഇവനെ അവിടെ നിന്ന് മാറ്റി ഇന്ന മാസം തൊട്ട് ഇന്ന മാസം വരെ, അല്ലെങ്കിൽ ഒരു കാലയളവ് പറഞ്ഞു, വേറെ എവിടെയെങ്കിലും നിർത്തി ബന്ധുക്ക് വേണ്ടി നിർത്തി പഠിപ്പിക്കുക. അത് കഴിഞ്ഞ് അവനെ വീട്ടിലോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. കറക്റ്റ് കണക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവർ അത്രയും മാസം അവനെ അവിടെ നിന്ന് മാറ്റി ബന്ധുക്ക് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു, ഒരു കുഴപ്പമില്ല. ആ ദോഷസമയം കഴിഞ്ഞു പോയി. പിന്നെ ആ പയ്യനെ IT ഫീൽഡിൻ്റെ പഠനങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോഴെല്ലാം വഴിപാടുകൾ ഞാൻ പറഞ്ഞു ചെയ്യുന്നുണ്ട്. അവന് നമ്മുടെ നാട്ടിൽ 60,000 രൂപ ഇപ്പോൾ ശമ്പളമുണ്ട്, വർക്ക് ഫ്രം ഹോം, വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം. ആളും മിടുക്കനാണ്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവൻ്റെ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ അവൻ്റെ ഒരു ഭാവി തന്നെ ഒന്ന് പോയാൽ അപ്പോഴേ അവർക്ക് വിശ്വാസമാണ്. കാരണം വിശ്വാസം എന്ന് പറഞ്ഞപ്പോൾ ഒരു അനുഭവമുണ്ട്. ഇപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അത് കറക്റ്റായിട്ട് തോന്നുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്, അതാണ്. അല്ല ചുമ്മാ വിശ്വസിക്കുന്നതിലൊന്നും കാര്യമില്ല. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, ഇദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ന്യായമായ കാര്യമാണ്, സത്യസന്ധമായ കാര്യമാണ് എന്ന് മനസ്സിലാവും. അല്ലാതെ വിശ്വസിക്കുന്നതിനകത്ത് ഒരു അർത്ഥമില്ല. അല്ലാതെ വിശ്വസിക്കുകയും വേണ്ടെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ മാത്രം വിശ്വസിക്കുക, അല്ലേ വിട്ടുകളയുക. എൻ്റെ അനുഭവങ്ങളാണ് പറയാം, അല്ലേ എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുക, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേനും ആ പയ്യന് കാനഡയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലാണ്, കാനഡയിലോ മറ്റ് അയർലൻഡോ ഏതാണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു പോകാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു 11 മാസത്തേക്ക് ശ്രമിക്കണ്ട. അപ്പം ഞാൻ പറഞ്ഞു അവർക്ക് ശ്രമിക്കാതിരിക്കുകയൊക്കെ അവർക്ക് ചെയ്യാം, അതൊക്കെ അവരുടെ ഇഷ്ടം. എന്നോട് ചോദിച്ചതിന് സത്യസന്ധമായ മറുപടി പറഞ്ഞു. അത് എല്ലാവരോടും അങ്ങനെയാണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ എന്നോട് ചോദിച്ചാൽ എന്നാ കാര്യം പറയും. അപ്പോൾ അവർ കാനഡയ്ക്ക് വേണ്ടി മാറ്റി വെച്ചു 11 മാസത്തേക്ക്. കാരണം ഞാൻ പറഞ്ഞു ഈ സമയം ഇവൻ പോയാൽ അവിടെ ചെന്നാൽ കാനഡയാണോ അതോ അയർലൻഡാണോ അതോ വേറെ ജർമ്മനിയാണോ, അങ്ങനെ രാജ്യങ്ങളാണ് കേട്ടോ. എനിക്ക് യൂറോപ്യൻ രാജ്യങ്ങളാണ്, അതെനിക്ക് കറക്റ്റാണ്. ഇത് ഏതാണെന്നുള്ളത് ഇതോ യൂറോപ്യൻ രാജ്യം അവർ പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഇവനവിടെ പോയാൽ അവന് ജോലി കിട്ടാൻ ബുദ്ധിമുട്ട് വരും. പിന്നെ ഒരു ജോലി കയറാനോ ഒക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് ഒരു 11 മാസം കഴിഞ്ഞോട്ടെ, എന്നിട്ട് ശ്രമിച്ചു.
അവരത് അതുപോലെ തന്നെ ഞങ്ങളങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നോ ചെയ്യാതിരിക്കും നിങ്ങളുടെ ഇഷ്ടം, ഞാനെനിക്ക് ശരിയെന്ന് തോന്നുന്നു പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നോട് ചോദിച്ചോണ്ട് അഭിപ്രായം പറഞ്ഞു, എനിക്ക് ശരിയെന്ന് തോന്നി പറഞ്ഞു. അത്രേ ഉള്ളൂ. എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. അല്ലാതെ എനിക്ക് നിർബന്ധമില്ല നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന്. ഞാൻ എന്നോട് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറയും. അത്രേ ഉള്ളൂ. അത് നിങ്ങളുടെ ആവശ്യമുണ്ട് പ്രയോജനപ്പെടുത്താലേ പ്രയോജനപ്പെടുത്താതിരിക്കുക. ഒരാൾ അദ്ദേഹം ഒരു തിരുമേനിയാണ്, എൻ്റെ അടുത്ത് ഒരു ഗ്രഹനില ഇപ്പോഴല്ല കുറേ നാളുകൾക്ക് മുമ്പ്, എനിക്കിപ്പം പൊരുത്തമൊന്നും ഞാൻ നോക്കാറില്ല, എനിക്ക് സമയമില്ല. അപ്പോഴത്തേന് എൻ്റെ അടുത്ത് വന്നിട്ട് അയാളുടെ മോളുടെ ജാതകം ചെറുക്കൻ്റെയും കൂടെ കൊണ്ടുപോകും പൊരുത്തം. അപ്പം ഞാൻ പറഞ്ഞ് ഇത് വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം വേറെ എവിടെയോ നോക്കിച്ചാണ്, ഒരു കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യേ. അപ്പോൾ നമ്മളോട് ചെറിയൊരു സ്വാതന്ത്ര്യമുണ്ട് പുള്ളിക്ക്, നമ്മളോട് കൂടുതൽ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, താങ്കൾ മുഹൂർത്തം മാത്രം നോക്കിയാൽ മതി, ബാക്കിയൊക്കെ പൊരുത്തമൊന്നും ഞങ്ങൾ വേറെ നോക്കിച്ച് ശരിയായിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം എന്നാലും പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഇത് നല്ലതായിരിക്കത്തില്ല എൻ്റെ ഒരു അഭിപ്രായം. എന്നിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അതൊന്നും കുഴപ്പമില്ല, ഇപ്പോൾ എല്ലാം ചേർന്നാലും ശരിയാകണമെന്നില്ലല്ലോ, 10 പൊരുത്തമുള്ളവർ പോലും നല്ലതായിട്ട് ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇവർ സാധാരണക്കാരാണ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ എല്ലാവരോടും നിങ്ങൾ ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല, അവനവൻ്റെ ഇഷ്ടം. ഞാൻ ആരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാറില്ല. എൻ്റെ അഭിപ്രായം ശരി എന്ന് ചോദിച്ചെന്നോർക്കും, സമയം ഉണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് പറയും. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഇവർ പാവപ്പെട്ടവരായതുകൊണ്ട് ഞാൻ അവരുടെ വീട്ടിലും ചെന്ന് പറഞ്ഞു വൈഫിനോടും. കാരണം പാവങ്ങളല്ലേ, ഇപ്പോൾ ഒരു കല്യാണം നടന്നു അത് ഫ്ലോപ്പായി പോയാൽ കടം പിന്നെ ഒക്കെ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവരുടെ വൈഫ് എന്നോട് പറഞ്ഞു ഏതായാലും ഇവർ പ്രശ്നങ്ങളുണ്ടാകും, ഇവർ തമ്മിൽ ചേർത്തില്ലെന്നല്ലേ ഉള്ളൂ, അല്ല വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു അവർ തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടാകും, അവർ ചേർന്ന് പോകാൻ ബുദ്ധിമുട്ടാണ് സ്വഭാവങ്ങൾ തമ്മിൽ, നിങ്ങൾക്കപ്പോൾ അത് കുഴപ്പമില്ല ഞങ്ങളത് നടത്തുകയെന്ന് പറഞ്ഞു. ഒരു വർഷവും 1 മാസവും ഡൈവേഴ്സായി. ഭഗവാന്റെ പുണ്യം നോടാൻ പറഞ്ഞു. 1 വർഷവും 1 മാസം ഡൈവേഴ്സായി. പൈസ തിരിച്ചു കിട്ടാൻ പിന്നെ കോർട്ടിൽ ഫയൽ ചെയ്ത് കേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ട് പെട്ടെന്ന് തീർന്നു. പക്ഷേ അവർ ആ കല്യാണത്തിന് വേണ്ടി മുടക്കിയ പൈസകൾ, അവരുടെ ആ സാമ്പത്തിക പ്രതിസന്ധികൾ, ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ, ഇതെല്ലാം കുറച്ച് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. എന്നൊക്കെ അവനവൻ്റെ ഇഷ്ടം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. 1 കൊല്ലവും 1 മാസവും ഡൈവേഴ്സായി 2 അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഇതൊക്കെ വേണമെന്നുണ്ട്. പിന്നെ ഈ ചെറുക്കനും പെണ്ണിനും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ കുറേ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കുറച്ചൊക്കെ നമ്മൾ വിചാരിച്ചാൽ മുന്നോട്ട് പോകാം. പിന്നെ വഴിപാടുകളൊക്കെ ചെയ്താലും ഒരു നല്ല രീതിയിൽ പോകാൻ പറ്റും. അല്ലാതെ പിന്നെ ഈശ്വരാധീനോടെ എല്ലാം ശരിയാകും. പക്ഷെ അവർ വഴിപാടുകൾ ഒന്നും എന്നോട് ചോദിച്ചുമില്ല, അവർ ചെയ്തുമില്ല. കാരണം അവർക്ക് പിന്നെ വേണ്ടാന്ന് തോന്നി കാണും, അല്ലെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾക്കെല്ലാം അറിയാം എന്നൊക്കെ തോന്നിക്കാണും. എന്തായാലും കൊള്ളാം, അത് ഡൈവേഴ്സാണ്. അപ്പോൾ ആ കുട്ടി ഇപ്പം വേറെ കണ്ട് പഠിക്കാനൊക്കെ പോവാം. ഞാൻ പറഞ്ഞത് വേറൊരു കാര്യമുണ്ട്. ഈ കുട്ടിയുടെ കൈരേഖ ഞാൻ നോക്കിയതാണ്. ഈ കുട്ടിയുടെ കൈരേഖ നോക്കിയപ്പം അന്നും ഞാനൊരു സംഭവം കണ്ടായിരുന്നു. ഗ്രഹനിലയിൽ നോക്കിയത് കൈരേഖയിൽ ഞാനൊരു രേഖ കണ്ടായിരുന്നു. രേഖ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് തോന്നിയൊരു കാര്യമാണ്. പക്ഷേ അത് സത്യമായിട്ട് വന്നു. പക്ഷെ കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്താൽ ചിലപ്പം ഈശ്വരാധീനമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റം വരും. പിന്നെ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയാലും ചിലപ്പോൾ മാറ്റം വരും. ഈശ്വരാധീനോട് എന്താണേലും മാറും. ഇങ്ങനെ നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ ദോഷ സമയങ്ങൾ. പക്ഷേ ഈശ്വരാധീനം ഉണ്ട്, അങ്ങനെ മാറി ഒരുപാട് ആളുകളുണ്ട്. ഡൈവേഴ്സിൻ്റെ വക്കിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നവർ ഒരുപാട് പേർ. ദൈവാധീനം അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യം പറഞ്ഞു. പക്ഷേ ഈശ്വരാധീനം ഉണ്ട്, ഇതെല്ലാം നല്ല രീതിയിൽ വരും. അങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ ഒരു സാധ്യത പറഞ്ഞതേ ഉള്ളൂ ചോദിച്ചുകൊണ്ട്. ഇതിനകത്തൊക്കെ കാര്യമുണ്ട്, ചില കാര്യങ്ങളുണ്ട്. അപ്പം ഞാനീ പറഞ്ഞ ഈ പേരിൻ്റെ ഉച്ചാരണങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. സെ സു ബിയു ബിയു ബു ബിയു ഒ കെ യു ടി ടി, ഇതൊക്കെ പേര്. ഐ കൂടുതലായിട്ട് പേര് വരിക, യു കൂടുതലായിട്ട് പേര് വരിക, ഒ കൂടുതലായിട്ട് പേര് വരിക. വളരെ സ്ട്രഗിളിങ് കാര്യങ്ങൾ. നിർബന്ധമില്ല, സാധ്യതകളെല്ലാം കേട്ടോ. കാരണം നമ്മൾ ഈശ്വരനൊരു ഇതെല്ലാം ഒരു സാധ്യതകളെ നമ്മൾ ഓരോരോ അനലൈസ് ചെയ്ത് കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നതിൽ സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അപ്പോൾ അത് നിർബന്ധമില്ല. പിന്നെ ചിലപ്പോഴും ചിലർക്കെങ്കിലും ചിലപ്പോൾ സാധ്യതകൾ ഉണ്ടാകാം എന്നാണ് ഉദ്ദേശിക്കുന്നത്.
പിന്നെ അവരവരുടെ ജനിച്ച ഡേറ്റും സമയമെല്ലാം വെച്ച് ഇതിലെല്ലാം വ്യത്യാസം വരും. പറഞ്ഞ് മനസ്സിലായി. ഇതിലെ സാമാന്യമായിട്ടുള്ള കാര്യങ്ങളാണ്, പൊതുഫലങ്ങളാണ്. ഇതൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് അറിയുന്നുണ്ട്. കുട്ടികൾക്ക് പ്രത്യേകിച്ച് പേരിടുമ്പോഴേ അവനെ ഏറ്റവും മിടുക്കനായിട്ട് വരാൻ വേണ്ടി അവന് നല്ല ഉച്ചാരണം അങ്ങോട്ട് കൊടുക്കുക, കണക്കൊക്കുന്ന രീതി അങ്ങോട്ട് പേരിടുക. എന്നിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യരുത്, എനിക്ക് സമയമില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് ആ രീതികളെല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, സ്വയം ചെയ്യാമെന്നുള്ളത്. പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക. ഞാൻ ചെയ്യണമെന്നും ചെയ്യേണ്ടതെന്ന് പറയത്തില്ല. എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഞാൻ കണ്ട ജീവിതങ്ങളും മാത്രമാണ് പറഞ്ഞത്. അത് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ സ്വാതന്ത്ര്യം ഈശ്വരനാണ്, എൻ്റെ സ്വാതന്ത്ര്യം ഈശ്വരനാണ്. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യത്തിനെ ആ ഒരു രീതിയിൽ ഒരു ഈശ്വര്യമായ രീതിയിൽ കാണുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. എൻ്റെ അഭിപ്രായങ്ങളും അനുഭവങ്ങളുമാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ. ശിവോഹം. ഓം കൃഷ്ണായ നമഃ.